പ്രേം നസീറിനെ കുറിച്ച് ഓർക്കാതെ മലയാള സിനിമയെപ്പറ്റി ആർക്കും സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ പടം കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയാൻ വന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഏതാണ്ട് മലയാള സിനിമ മാത്രമല്ല, ലോക സിനിമയുടെ തുടക്കം മുതൽ തന്നെ പല പല പ്രശ്നങ്ങളിലൂടെയാണ് നടീനടന്മാർ കടന്നു വന്നിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ മലയാള സിനിമയിലും വളരെയധികം ഏറെ പുഴുക്കുത്തുകൾ ഉണ്ടായിരുന്നു. അതൊരു പരിധിവരെ കുഴപ്പമില്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ പ്രേം നസീർ പോലുള്ള പ്രഗത്ഭരായ, അതായത് മാനേജ്മെൻറ്റ് എന്തെന്ന് അറിയാവുന്ന പ്രഗത്ഭരായ നടന്മാർക്ക് കഴിഞ്ഞിരുന്നു. എന്തുതന്നെയായാലും ഒരു പാരമ്പര്യം എന്നോണം ഈ വൃത്തികെട്ട അല്ലെങ്കിൽ വിവേചനപരമായ പ്രവർത്തികൾ സിനിമാ ഫീൽഡിൽ പണ്ടു മുതലേ ഉണ്ടായിരുന്നിരിക്കാം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു പുതിയ സംഹിത അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇനിയും ഉള്ള കാലം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അത് ലംഘിക്കുന്നവരെ തക്കതായ ശിക്ഷ നൽകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിയമസംഹിത മലയാള സിനിമയിൽ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. കാരണം ഇത്രയും നാളും സിനിമ എന്ന വ്യവസായം എങ്ങനെ നടന്നു, അതിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ നിയമസംഹിത ഉണ്ടായാൽ അത് വളരെ നല്ലതായിരിക്കും. ആ നിയമസംഹിത ഭാവിയിൽ ലംഘിക്കുന്ന ഏതൊരു വ്യക്തിയായാലും, അതൊരു മഹാനടനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഏറ്റവും താഴെയുള്ള ഒരു ലൈറ്റ് ബോയ് ആയിക്കോട്ടെ, ആരാണെങ്കിലും അവർക്കൊക്കെ അവരെങ്ങനെ ഷൂട്ടിംഗ് സമയത്ത് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അവരെങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ എന്തെല്ലാം ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ടാകണം എന്നുള്ള രീതിയിൽ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത് നിയമപരമായിട്ട് അത് ലംഘിക്കുന്ന ആൾക്കാർക്ക് തക്കതായ ശിക്ഷ നൽകുന്ന രീതിയിൽ ഭാവിയിലേക്ക് ഉള്ള ഒരു കെട്ടുറപ്പുള്ള ഒരു ഭരണസംഹിത സിനിമാ ഫീൽഡിൽ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിനൊരു നിമിത്തം ആയാൽ അത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനൊരു റിപ്പോർട്ട് ഇപ്പോൾ വന്നു, കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും മറക്കും, പിന്നെയും കാര്യങ്ങൾ പഴയപടി തന്നെ പോയി കഴിഞ്ഞാൽ അത് മലയാള സിനിമയ്ക്ക് തന്നെ ഭയങ്കര നഷ്ടമുണ്ടാക്കും. വേറൊരു പ്രധാന കാര്യം എനിക്ക് തോന്നുന്നത്, ഇപ്പം എടുപിടിയുന്ന ഈ റിപ്പോർട്ടിൻ്റെ ബേസിൽ ആൾക്കാരെ ശിക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കണ്ടമാനം ആൾക്കാർ ശിക്ഷയ്ക്ക് വിധേയരാകുമെന്ന് തോന്നുന്നു. അതൊരു പക്ഷേ മലയാള സിനിമയെ തകർക്കാൻ തക്കതായിട്ടുള്ള ഒരു വലിയ പ്രശ്നമായിട്ട് വളരുമോ എന്നൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് കുറച്ച് സൗമ്യതയോടുകൂടി ഈ പ്രശ്നത്തെ അപ്രോച്ച് ചെയ്യുകയും നിയമസംഹിത ഉണ്ടാക്കിയതിന് ശേഷം ഭാവിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുകയും അത് ലംഘിക്കുന്നവരെ ശിക്ഷിക്കത്തക്കതായിട്ടുള്ള നിയമം ഉണ്ടാക്കുകയും ചെയ്ത് മലയാള സിനിമയെ രക്ഷിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ കമൻറ്റ് പ്ലീസ് മേക്ക് യുവർ കമൻറ്റ്സ്. താങ്ക് യു.